രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ആലത്തൂർ ഡിവൈഎസ്പിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അരുണിലേക്ക്. അരുൺ പറയൂ. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടിയിരിക്കുന്നത്. ഈ വിശദീകരണം ലഭിക്കുന്നതിനനുസരിച്ച് നടപടിയെടുക്കുമെന്നുള്ളതാണ് ആലത്തൂർ SP അജിത് കുമാർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ആലത്തൂരിലെ DYSP ആയ മനോജ് കുമാർ ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. ആ വാട്സപ്പ് സ്റ്റാറ്റസിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും VIP പരിഗണന തൊഴുകുവാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചും യൂണിഫോം ഇട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ 18ാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികളും കോൺഗ്രസ് RSSകാരും ഒരുവിധ നാമജപ യാത്രയും നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. ഇത് പിണറായി വിജയനോ ഇടതുമന്ത്രിമാരോ ആയിരുന്നെങ്കിലോ എന്താകും പുകില്? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല, എല്ലാം രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് മനോജ് കുമാർ ഇന്നലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. ഏതായാലും രാഷ്ട്രപതിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് അവർ ആചാര ലംഘനം നടത്തിയെന്നുൾപ്പെടെ തെറ്റായ രീതിയിലുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസാണ് ഈ ആലത്തൂർ DYSPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല പിണറായി വിജയനെയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരെയൊക്കെ അനുകൂലിക്കുന്ന തരത്തിലും ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികൾ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു സർവീസിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പോസ്റ്റ് ഇടാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് വിമർശിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും സംഭവത്തിൽ ആലത്തൂർ DYSPയോടെ SP വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം ലഭിക്കുന്നതിന് പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് SP ആയ അജിത് കുമാർ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്ന സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം ആലത്തൂർ DYSP ഓഫീസിലേക്ക് BJP മാർച്ച് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടത്തുന്നുമുണ്ട്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.